രാധേശ്യാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? ഇന്ന് ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ ഇവിടെ ഇരിക്കണവർക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? ഇന്ന് നാരായണീയം എഴുതിയിട്ട് ഭട്ടതിരിപ്പാട് വാദൻ മാറാൻ വേണ്ടിയിട്ട് നാരായണീയം എഴുതിയിട്ട് സമർപ്പിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് നാരായണീയം എഴുതി സമർപ്പിച്ച ദിവസമാണ്. അപ്പോൾ ആ വാതരോഗം മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഭട്ടേരിപ്പാടിന് വാതരോഗം പിടിപെട്ടത് എന്നുണ്ടെങ്കിൽ, ഭട്ടേരിപ്പാടിൻ്റെ ഗുരുനാഥനായിരുന്നു അച്യുതപ്പിഷാരടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കുന്ന അവസരത്തിൽ ആ ഗുരുനാഥന് വാദം വന്ന് പെട്ടു. അപ്പോൾ ഒരുപാട് ചികിത്സകൾ ചെയ്തു. അതുകൊണ്ടൊന്നും ആ വാദത്തിനെ ഭേദാക്കാൻ സാധിച്ചില്ല. മുജ്ജന്മ പ്രാരാബ്ധമാണ് ഇത് മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടൊന്നും മാറില്ല എന്ന് എല്ലാവരും വിധി എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേദന കൊണ്ട് പൊളയണത് സഹിക്കാൻ സാധിക്കണില്ല കണ്ടു നിൽക്കണവർക്ക്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ഗുരുനാഥനെ ഈ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ശിഷ്യനാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യൻ എന്തു ചെയ്തു? ആ വാദത്തിനെ ഞാൻ സ്വീകരിക്കുന്നു, എനിക്ക് തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക ചെയ്യണേ. അതിനൊക്കെ ഗുരുനാഥൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഞാൻ സ്വീകരിച്ചോളാം, ഗുരുനാഥ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഗുരുനാഥൻ്റെ സമ്മതത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആ വാദത്തിനെ സ്വീകരിക്കണു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഭട്ടതിരിപ്പാടിന് വാദം വന്ന് പെട്ടത്. ഭട്ടേരിപ്പാട് എന്നിട്ട് വാദം കൊണ്ട് കഷ്ടപ്പെടണം കാണുമ്പോൾ ഗുരുനാഥനും സങ്കടമായി, തനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഗുരുനാഥനോട് പറയണു, എത്രയോ പേർക്ക് വിദ്യ അഭ്യസിപ്പിച്ച് കൊടുക്കാനുള്ളതാണ്. ഗുരുനാഥന് ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ അത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് തീരും, എനിക്ക് വന്നാലും ഞാനല്ലേ അനുഭവിക്കേണ്ടു. അതാണ് അങ്ങനെ പറഞ്ഞ് ആ വാദത്തിനെ സ്വീകരിച്ചു. ആ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ഈ വാദം അനുഭവിക്കണം, ഇത് ചോദിച്ച് മേടിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റാനായിട്ട് ഭഗവാന്റെ കാരുണ്യം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗുരുനാഥൻ തന്നെ ഉപദേശിച്ചു, ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് സമർപ്പിക്കണ്ടേ, അവിടെ ചെന്ന് നാമം ജപിച്ച് സമർപ്പിക്കണ്ടേ. അപ്പോൾ എന്താണ് ഗുരുവായൂരപ്പന് സമർപ്പണം വേണ്ടതെന്ന്, അദ്ദേഹം നല്ല വിദ്വാനാണ് നാരായണ ഭട്ടതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിൽപ്പറ്റയ്ക്ക് അനുസരിച്ച് ഭഗവാൻ ഏതെങ്കിലും ശ്ലോകങ്ങൾ എഴുതി സമർപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. വേറെ എന്തു നമ്മൾ പുറമേ നിന്നുള്ളത് കൊണ്ട് സമർപ്പിച്ചാലും അത് നമ്മുടെ സമർപ്പണമാവില്ല. കാരണം അതൊക്കെ നമ്മുടെ കയ്യിൽ എത്താനായിട്ട് കാരണം ആരാ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ധനം വിദ്യാധനം തന്നെയാണ്. അപ്പോൾ ആ വിദ്യാധനം ഭഗവാന്റെ കാരുണ്യം കൊണ്ടും സരസ്വതി ദേവിയുടെ കാരുണ്യം കൊണ്ടും ഉണ്ടായതാണെങ്കിലും അതാണ് നമുക്ക് നമ്മുടേതായിട്ട് സമർപ്പിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ സമർപ്പിക്കേണ്ടതെന്ന് അറിയണില്ല. ആ സമയത്ത് എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്നാണ് മഹാത്മാക്കൾ പറയണത്. ആ എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞ് കൂടെ ആൾക്കാരുണ്ട്, അവരെ പറഞ്ഞയച്ചു. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ എഴുത്തച്ഛൻ ഒരു വല്ലാത്ത ലഹരിയിൽ കിടന്നിട്ട് പരാ 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 പരമപാഹിമം പരമാനന്ദമെന്നതേ പറയണ്ടു എന്നിങ്ങനെ പാടുണ്ട്. അപ്പം അതിങ്ങനെ പാടി കിടക്കുക. അപ്പോൾ ഇവർക്ക് ചോദിക്കണ്ടേ ഇത്? അവർ വിചാരിച്ചു എന്തെങ്കിലും മദ്യം സേവിച്ചിട്ടാണെന്ന്. ലഹരിയെല്ലാം ഒരുപോലെയാണല്ലോ, അപ്പോൾ മദ്യസേവ കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് സംശയിച്ച് നിന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഭട്ടതിരിപ്പാട് വന്നിട്ടുണ്ട്, വാദം മാറാൻ ഭഗവാന് ആ ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ വന്നതാണ് ഇവിടെ. അപ്പോൾ എന്താ സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കാൻ, എങ്ങനെ സമർപ്പിക്കണമെന്ന് ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് മാറാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളാൻ പറയുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആകെ വിഷമായി, കാരണം മദ്യലഹരിയിൽ പറയല്ലേ. അപ്പോൾ അവർ തിരിച്ച് ചെന്നിട്ട് എന്താ പറഞ്ഞേ, അതൊന്നുമില്ല, അദ്ദേഹത്തിനെ കണ്ടില്ലേ, കണ്ടു, പിന്നെ പറഞ്ഞതൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതാണ്. ഇവർക്ക് ആകെ വിഷമമായി. അപ്പോൾ അദ്ദേഹം എന്തോ മദ്യലഹരിയിലായിരുന്നു എന്നാണ് തോന്നുന്നത്.
ആ മദ്യലഹരിയിൽ എന്തൊക്കെയോ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പരാ എന്നുള്ളതാണ് പറയണതെന്ന്. അപ്പോൾ ഭട്ടേരിപ്പാടിന് കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. മത്സ്യം തൊട്ട് കൂട്ടണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഭട്ടേരിപ്പാടിന് മനസ്സിലായി. മത്സ്യാവതാരം മുതൽ വർണ്ണിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ എല്ലാ ദിവസങ്ങളും, അപ്പോൾ 100 ദിവസം കൊണ്ട് ഭഗവാനെ ഉപാസിക്കാനാണ് വന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ പാടിയത്? പരമപാഹിമം പരമാനന്ദമെന്നതേ പറയണ്ടു. ഹരി ജഗന്നാഥൻ പരൻ നാരായണൻ അരീകത്തുണ്ടല്ലോ തുണയായ എപ്പോഴും. പരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനാണ്. ആ പരമാനന്ദത്തിൽ ആരാടിയിട്ടാണ് അദ്ദേഹം പാടിയിരുന്നത്. അപ്പോൾ അങ്ങനെ നാരായണീയം ഓരോ ദശകങ്ങളായിട്ട് ഓരോ ദിവസവും എഴുതാൻ തുടങ്ങി. ഇത് എഴുതണ സമയത്ത് ഇദ്ദേഹത്തിന് എഴുതാനൊന്നും പറ്റില്ല. ഇദ്ദേഹം ഇങ്ങനെ കീർത്തിച്ച് പാടും. അപ്പോൾ കൂടെയുള്ള ശിഷ്യരാരെങ്കിലും പകർത്തിയെടുക്കുമ്പോൾ അതല്ലേ ഇദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ല. ഭഗവാൻ തന്നെ ഇദ്ദേഹം പാടാൻ തുടങ്ങിയ ശ്രീലകത്തുനിന്ന് ഭഗവാൻ തന്നെ, നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ കാണാം നാരായണീയം ഇരുന്ന് എഴുതിയ സ്ഥലം. അവിടെ ഇങ്ങനെ ആ ഇടനാഴി നടക്കുമ്പോൾ അവിടെ കാണാം ആ സൈഡിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എഴുതുക. അപ്പോൾ ഭഗവാൻ തന്നെ ശ്രീലകത്തുനിന്ന് വന്ന് കേട്ടിരിക്കും എന്നാണ് പറയണത്. അങ്ങനെ ഓരോന്നും നരസിംഹാവതാരമൊക്കെ എങ്ങനെയാണ് പറയണ്ടേ എന്നൊന്നും അദ്ദേഹത്തിന് അറിയണില്ല. ഭഗവാൻ തന്നെ സ്വപ്നദർശനത്തിൽ പറഞ്ഞു കൊടുത്തു ശ്ലോകങ്ങൾ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ. അങ്ങനെ അത്രയും മഹത്തായതാണ് ആ നാരായണീയം രചിച്ചത്. പക്ഷേ ആ നാരായണീയം രചിച്ചു കഴിഞ്ഞു വെച്ചാലും ഇദ്ദേഹത്തിന് ഭഗവാൻ നോക്കിയപ്പോൾ പാണ്ഡിത്യ ഗർവുണ്ടായിരുന്നു. കാരണം ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് ഗുരുനാഥന് വേണ്ടിയിട്ട് വാദരോഗത്തെ ഞാൻ സ്വീകരിച്ചു എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. ഞാനല്ലേ ചെയ്തേ എന്നുള്ളൊരു ഭാവം ഉള്ളിലുണ്ടാവുമല്ലോ. അതുപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നൊന്നും തോന്നിയില്ല. ഈ പാണ്ഡിത്യം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ ആ ഒരു പാണ്ഡിത്യ ഗർവമുണ്ടെന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ വിചാരിച്ചു ഇതിനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അനുഗ്രഹം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് ആരാണ്? ഭക്തോത്തമനായിട്ടുള്ള പൂന്താനത്തിനെയാണ് നിയോഗിച്ചത്. പൂന്താനം ജ്ഞാനപ്പാന എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു ജ്ഞാനപ്പാന മലയാളമാണ്. മലയാളം ഒരു ഗ്രന്ഥമാണ് എഴുതിയത്. അപ്പോൾ ആ ജ്ഞാനപ്പാന എഴുതി കൊണ്ടുവന്നപ്പോൾ ഭഗവാന്റെ ഒരു ഇച്ഛ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് ഭഗവാൻ പ്രവർത്തിക്കുക ചെയ്ത്. ഇത് ഭട്ടേരിപ്പാടിനെ കൊണ്ട് കാണിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ, അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരും എന്ന് അദ്ദേഹത്തിന്. പൂന്താനം തിരുമേനിക്ക് അത്ര സംസ്കൃതം വിൽപ്പത്തി അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രമാണ് പൂന്താനം ഭക്തോത്തമനാണ്. ഭക്തി കൊണ്ടാണ് എല്ലാം നേടിയത്. ഭാഗവതമൊന്നും അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല. കേൾക്കാൻ കൊതിച്ച് കേട്ട് പഠിച്ച് ഭാഗവതമൊക്കെ വായിക്കാൻ തുടങ്ങി. അത്രയും മഹത്വമാണ് പൂന്താനം തിരുമേനിക്ക്. അങ്ങനെ ഭട്ടേരിപ്പാടിന് അടുത്തേക്ക് ചെന്നു. എന്നിട്ടത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നു നോക്കി. അപ്പോഴേക്കും വാദമൊക്കെ മാറി. ഇദ്ദേഹത്തിൻ്റെ വാദമൊക്കെ ഒരുവിധമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ഭേദമായി വാദമൊക്കെ. അങ്ങനെ ഇത് കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് ഭാഷാശ്ലോകമല്ലേ, മലയാളമല്ലേ, മലയാളമൊന്നും എനിക്ക് നോക്കാനൊന്നും നേരമില്ല, ഞാൻ സംസ്കൃത പണ്ഡിതനല്ലേ, അത് വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കാണിച്ചോളാൻ പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇദ്ദേഹം നോക്കിയില്ല. അപ്പോൾ അത്രയ്ക്ക് കേമൊന്നും ആവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇനി വേറെ ആരെ കാണിക്കാനാ, ഇനി ഗുരുവായൂരപ്പനെ എന്നെ കാണിക്കാം എന്ന് വെച്ചാൽ നടക്കൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് പൂജിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മേൽശാന്തി പറഞ്ഞു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നാളെ വരുമ്പോൾ തരാട്ടോ എന്ന് പറഞ്ഞു. അതെടുത്ത് ശിലത്ത് ഭഗവാന്റെ പാദത്തിൽ വെച്ചു. അന്ന് രാത്രി ഭട്ടേരിപ്പാടിൻ്റെ വാദം വീണ്ടും കൂടി, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കണേ, ഞാൻ അങ്ങേക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ സമർപ്പണം, എൻ്റെ അറിവ് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ ഞാനും എൻ്റെ ഗുരുനാഥനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തു എന്നുള്ളൊരു ഭാവമാണ്. ഇതൊക്കെ ചെയ്തിട്ടും എന്നെ ഇനിയും പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ
ജ്ഞാനപ്പാനയിലെ വരികളാണ് പറഞ്ഞത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്നുള്ള ശ്ലോകം ചൊല്ലിയിട്ട് ചോദിച്ചു, ഭട്ടേരിപ്പാടിനോട് ചോദിച്ചു, ഭട്ടേരിപ്പാടെ എനിക്ക് വലിയ ഇഷ്ടമായി അങ്ങയുടെ നാരായണീയം. വിഭക്തി പ്രത്യയം കൊണ്ടാണല്ലോ, വിഭക്തി സംസ്കൃതം പഠിക്കണവർക്കതറിയാം. ആ വിഭക്തി പ്രത്യയം കൊണ്ട് അത് അത്ര ശ്രേഷ്ഠമായിട്ട് എഴുതി, അതെനിക്കിഷ്ടമാണ്. പക്ഷേ അങ്ങയുടെ ഈ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്, വിഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ലായ്മ എന്നും കൂടി ഉണ്ട്. അപ്പോൾ ശരിക്കും ഭക്തി കുറവുണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ട് അങ്ങയുടെ ഈ വിഭക്തിയെക്കാളും എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അങ്ങ് ഈ ശ്ലോകത്തിൻ്റെ ഭംഗി മാത്രമേ നോക്കിയുള്ളൂ, അതിൽ ഭക്തിക്ക് ഇത്തിരി കുറവുണ്ടോ എന്ന് സംശയം. പൂന്താനം അങ്ങനെയല്ല, ആ ഭക്തിയോടുകൂടി പൂന്താനത്തിൻ്റെ ആ കുഞ്ഞ് മരിച്ചപ്പോൾ ആ ഭഗവാനെയാണ് കുഞ്ഞായിട്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ കളിക്കണം മനസ്സിൽ, എന്നാലാണ് നമുക്ക് പറ്റില്ല. അതുവരെ നമുക്ക് ദുഃഖമേ ഉണ്ടാവുള്ളൂ. ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ കളിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് ആ പൂന്താനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ നമുക്ക്. അപ്പോൾ പറഞ്ഞു, ആ ഭക്തി എന്നെ സ്വന്തം മകനെ പോലെ കണ്ട്. ഇപ്പോൾ ഇന്നലെ അവിടെ വന്ന് ഇത് തന്നു, ഇത് ഉപേക്ഷിച്ചു, ഒരു പരാതി പോലും എന്നോട് പറഞ്ഞില്ല. അദ്ദേഹത്തിന് ദേഷ്യമോ സങ്കടമോ അയ്യോ ഇത് ചെയ്തില്ലല്ലോ ഇച്ഛാഭംഗം ഒന്നുമില്ല. അദ്ദേഹം ഇത്രയും പണ്ഡിതൻ പറയുമ്പോൾ അത് ശരിയായിരിക്കും, അതിനുള്ളത് ഇത് ഉണ്ടാവില്ല. ഗുരുവായൂരപ്പന് സമർപ്പിച്ചൊക്കെ എന്തായാലും എനിക്ക് തോന്നിയതല്ലേ എന്ന് വിചാരിച്ചാൽ അദ്ദേഹം സമർപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ആരോടും വൈരാഗ്യബുദ്ധിയോ വിദ്വേഷമോ ആര് ചെയ്താലും അവരുടെ ദോഷങ്ങളെ അദ്ദേഹം കാണില്ല, നന്മ മാത്രമേ കാണുള്ളൂ. അത്രയും ഭക്തിയുള്ള ആളാണ് പൂന്താനം. ആ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാത്രി തന്നെ ആ വാദത്തോടു കൂടിയിട്ട് വിറച്ച് കൊണ്ട് ആ ശിഷ്യൻ്റെയൊക്കെ സഹായത്തോടെ എങ്ങനെയൊക്കെയോ വടികുത്തി പിടിച്ചിട്ട് പൂന്താനത്തിൻ്റെ. അപ്പോൾ പൂന്താനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ലത്തുനിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ അദ്ദേഹം തിരുമാന്താംകുന്ന് അവിടെ ആ ഭാഗത്താണ് ഇല്ല. അവിടെ എവിടെയെങ്കിലും ക്ഷേത്രത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ കിടക്കും, രാവിലെ എണീറ്റ് കുളിക്കുക, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഏതെങ്കിലും അവിടെ നിൽക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും, അധികം അങ്ങനെ കഴിയണ്ട. അപ്പോൾ തെരഞ്ഞു പിടിച്ച് പൂന്താനത്തിനെ കണ്ട് ആ കാൽക്കൽ അങ്ങോട്ട് വീണു. പൂന്താനം കിടക്കണം, അപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. വീണ സമയത്ത് വേഗം ചാടി എഴുന്നേറ്റ് പോയി, അങ്ങ് എന്തായി ചെയ്യണേ, അങ്ങേ പോലുള്ളൊരു മഹാത്മാവൻ്റെ കാലിൽ നമസ്കരിക്കാൻ പാടുമരുത്, എനിക്ക് ഈശ്വരൻ്റെ ആ ഒരു ഇത് എന്താ പാപം ഉണ്ടാക്കി തീർക്കരുത്. ചില കർമ്മങ്ങൾ നമുക്ക് മഹാത്മാക്കൾ നമ്മുടെ ഇതിൽ വീണാൽ അത് പാപത്തിന് ഇടയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ പാപം വരുത്തി വയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം തിരിച്ച് നമസ്കരിച്ചു. അപ്പോൾ നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലത്തെ ആ ഗ്രന്ഥം എനിക്കൊന്ന് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്നലെ അങ്ങനെ നിഷേധിച്ചത് ഗുരുവായൂരപ്പന് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതിലെ ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ വരികൾ കൂടിയല്ല പിറക്കുന്ന നേരത്തൊന്നും ചൊല്ലിയപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം എഴുതിയ ഗ്രന്ഥം പറഞ്ഞു ഇത് ആ ഗ്രന്ഥത്തിലുള്ള വരികളാണ്. അപ്പോൾ ഭട്ടേരിപ്പാട് അത്ഭുതപ്പെട്ടു, ഭഗവാൻ തന്നെ തെറ്റ് തിരുത്തി കൊടുത്തു എന്നുള്ളത്. അപ്പോഴേക്കും വാദം എല്ലാം ഭേദമായി, കാൽക്കൽ വീണാഹം കഴിഞ്ഞു. പിന്നെ അത്രയും ഭക്തിഭാവത്തോടു കൂടിയിട്ടായിരുന്നു പിന്നെയുള്ള നാരായണീയം മുഴുവനും രചിച്ചത്. ആദ്യമൊക്കെ രോഗം മാറ്റിത്തരണേ എന്നെ രക്ഷിക്കണേ എന്ന് പറയേണ്ടത് അവസാനമാകുമ്പോൾ ആ ചോദ്യങ്ങളൊന്നും ഇല്ലാണ്ടായി. പിന്നെ ഭക്തിയോടു കൂടിയിട്ട് ഭഗവാനേതാ എഴുതി അങ്ങനെ 100ാമത്തെ ദശകം എഴുതി സമർപ്പിച്ച ദിവസമാണ് ഇന്ന് നാരായണീയ ദിനം. അപ്പം അതിലാണ് അഗ്രേ ആ ഉള്ളിലുള്ള എല്ലാ ആ ദോഷഭാവങ്ങളും അഹം ഒക്കെ നീങ്ങിയപ്പോൾ അഗ്രേ പശ്യാമി തേജോ നിബിഡതരം. അഗ്രേ എന്ന് വെച്ചാൽ ആദ്യം അകലെ ആ ശ്രീലകത്ത് കണ്ട ആ വെളിച്ചം ഇങ്ങനെ അടുത്തേക്ക് വന്ന് തൊട്ട് മുമ്പിൽ നിന്നിട്ട് ആ ഭഗവാനെ കാണാൻ സാധിച്ചു. ഇതുവരെ ആ ഭട്ടേരിപ്പാട് അവിടെ എഴുതണ സമയത്ത് ഭഗവാൻ വന്ന് മുന്നിലിരുന്ന് അതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ഭട്ടേരിപ്പാടിൻ്റെ കണ്ണിന് തിരിഞ്ഞായിരുന്നില്ല, ഭഗവാൻ ആസ്വദിച്ചിരുന്നു എന്നേ ഉള്ളൂ.
തെറ്റ് സ്വപ്നദർശനം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അന്നാണ് ഈ ഒരു ദിവസമാണ് അപ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ അനേകം പേരുടെ രോഗങ്ങൾക്ക് ശമനത്തിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു മരുന്നായിട്ട് തീരട്ടെ നാരായണീയം. ഇപ്പോൾ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് നാരായണീയത്തിലെ ശ്ലോകങ്ങളൊക്കെ വായിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടും എന്ന് പറയണു. അപ്പോൾ അങ്ങനെയുള്ള ആ നാരായണീയ ദിനം അതുകൂടി നമുക്ക് ആ ദിവസം കൂടി അനുസ്മരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും നാരായണീയ ദിനത്തിൽ ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ജയ് ജയ് ശ്രീരാധേശ്യം. വയ്യാത്ത കാരണം കൊണ്ടാണ് കുറച്ച് പറഞ്ഞ് ചുരുക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതും അതെ, രോഗം ശരീരത്തിനെ ബാധിക്കേണ്ട പൂർവ്വകർമ്മ പ്രാരാബ്ധങ്ങളെ നീക്കാനാണ് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഏതൊക്കെയോ പ്രാരാബ്ധങ്ങൾ നീക്കിത്തരാനായിരിക്കും അങ്ങനെ ഒരു ലീല ആടണത്. അപ്പം അല്ലെങ്കിൽ ശരീരത്തോട് കൂടുതൽ ശ്രദ്ധ എപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഭഗവാന്റെ കഥ പറയണിലേക്ക് തൈര് കലഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഇറക്കി വെച്ച് തൈർ കലത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ പാലും പോയി തൈരും പോയി എന്നുള്ളത്. പക്ഷേ ഭഗവാൻ ഒന്നിനെയും കളഞ്ഞില്ല. എന്തോ ഒരു കുരുത്ത ജന്മാന്തരം കൊണ്ട് ഭഗവാനെ വിട്ട് ഭഗവാൻ അല്പസമയം മറന്നോ, എവിടെയെങ്കിലുമൊക്കെ മറന്നുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ അത് വിട്ടിട്ട് വേറെ ചിന്തകളിലേക്ക് പോയിണ്ടാവും. അപ്പോൾ അതൊന്നും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. വേണ്ട കേട്ടോ, അതൊക്കെ ബുദ്ധിമുട്ടിനും ദുരിതത്തിനും രോഗത്തിനൊക്കെ ഇടയാക്കുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ഒരു അനുഗ്രഹമായിരിക്കാം ഇത്ര ദിവസം അനുഭവമായിട്ട് വന്നത്. അതെല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു.